अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. इन आयात का तर्जुमा ये है, ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്: बुर्जों वाले आसमान की രാശികളുള്ള ആകാശത്തെ കൊണ്ട് സത്യം, വാഗ്ദത്തം ചെയ്യപ്പെട്ട നാളിനെ കൊണ്ടും उसकी जिसकी गवाही സാക്ഷിയെ കൊണ്ടും സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആളെ കൊണ്ടും സത്യം. यानी उस आग കിടങ്ങിന്റെ ഉടമസ്ഥർ, ആ വിറകിട്ട് കത്തിക്കപ്പെട്ട അഗ്നിയുടെ ഉടമസ്ഥർ നശിക്കട്ടെ. സത്യവിശ്വാസികളെ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾക്ക് സാക്ഷികളായും കൊണ്ട് അവർ അതിനരികെ ഇരിക്കുകയായിരുന്നപ്പോൾ
बना पर പ്രതാപവാൻ സത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നതിനല്ലാതെ അവർ साहिब അവരെ വർത്തിക്കുന്നില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവനത്ര അവൻ. അള്ളാഹു സകല കാര്യത്തിനും സാക്ഷിയാകുന്നു. സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെയും പീഡിപ്പിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നരകശിക്ഷയുണ്ടാകും. എരിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. എന്നാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് താഴോരത്തുകൂടി അറിവ് കൊള്ളുന്ന ആരാമങ്ങൾ ലഭിക്കുന്നതാണ്. അതത്രേ മഹത്തായ വിജയം. ये आयात उन्होंने तलावत की हैं ഞാൻ ഓതിയ ഈ ആയത്തുകൾ उस वाक़े का नक्शा खींच रही ഗുജറാൻവാരയിൽ അഹമ്മദികൾക്കുണ്ടായ അതേ സംഭവമാണ് ചിത്രീകരിക്കുന്നത്. ये अहमदियत और हज़रत मसीह मौऊद अलैहिस्सलाम അഹമ്മദിയത്തിനും ഹദരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുമുള്ള തെളിവാണിത്. साफ पसंद मुसलमान सूरतुल बुरूज पर गौर करें. നീതിനിഷ്ഠയുള്ള ഒരു മുസ്ലിമിന് സൂറ ബുറൂജ് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ അഹമ്മദികളോട് കാണിക്കുന്ന ഈ അക്രമങ്ങൾ अपने उलमा, अपने लीडरों, अपने सियासतदानों, പ്രത്യേകിച്ചും തങ്ങളുടെ പണ്ഡിതരും നേതാക്കളും രാഷ്ട്രീയക്കാരും സർക്കാരുമെല്ലാം अहमदियत की मुखालिफत में ജമാഅത്തിനെതിരിൽ ചെയ്യുന്ന അക്രമങ്ങളുടെ യാഥാർത്ഥ്യം പ്രകടമാകുന്നതാണ്. दिखाते हैं और करते हैं, उनकी हकीकत खुल जाए और वो हज़रत मसीह ഹസരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ यकीन करें. സത്യത അവർക്ക് ബോധ്യമാകുന്നതാണ്. जो जालिम लोग या उनके चेले അക്രമികളും അവരുടെ കൂട്ടാളികളും അഹമ്മദത്തിനോട് ചെയ്യുന്ന ഈ അക്രമത്തിൽ അവന് പങ്കുകൊള്ളാനാവില്ല. कलाम समझने के लिए भी എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു ദൈവനിയോഗിതൻ അനിവാര്യമാണ്. लेकिन इन लोगों का ये हाल है. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത അവസ്ഥയിലാണ് അവർ ഉള്ളത്. बढ़ते चले जा रहे हैं. അതുകൊണ്ട് തന്നെ അക്രമം വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. आयात की मुख्तसर वजाहत में ഈ വചനങ്ങളുടെ ഒരു ചുരുങ്ങിയ വിവരണം ഞാൻ നൽകാം. जिस बुर्जों वाले आसमान की यहाँ कसम खाई गई है, സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് ആകാശത്തിലെ 12 താരങ്ങളാണ്. इल्म हैत वाले बताते ഇത് സംബന്ധമായി हैं. यहाँ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. उन रूहानी बुर्जों का ഇവിടെ ഉമാരൂപത്തിൽ ആത്മീയ നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനമായും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണവ. 12 मुजद्दिदीन हैं. അവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ये आसमान 12 മുജദ്ദിദീങ്ങളാണ്. सूरज गुरूब होने के बाद സൂര്യാസ്തമയത്തിനു ശേഷം ഇസ്ലാമിന്റെ വാനത്തിൽ വെളിച്ചം നൽകാനായി തിളങ്ങി നിന്നവർ, कुछ अरसे के लिए इस അല്ലെങ്കിൽ കുറച്ചു കാലം വെളിച്ചം നൽകിക്കൊണ്ടിരുന്നവർ. हदीस मौजूद हैं और पुराने उलमा भी. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ഹദീസുകളുണ്ട്. ये अजीब बात है, പൗരാണിക പണ്ഡിതരും ഇതിനെപ്പറ്റി പറയാറുണ്ട്. 12 सदियों में 12 നൂറ്റാണ്ടുകളിൽ तारीख जमाने 12 പ്രാവശ്യം ഇസ്ലാമിന്റെ बनाने के लिए जो लोग अल्लाह ताला ने അന്ധകാര നിബിഡമായ കാലഘട്ടത്തിൽ പ്രകാശം ചൊരിയാനായി मानते हैं. ദൈവം അയച്ചവരെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. जब अल्लाह ताला फरमाता है कि वो എന്നാൽ അള്ളാഹു പറഞ്ഞ യൗമുൽ മഊദ്, जिसका वादा दिया जाता है उसकी അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട നാളിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തന്റെ വാഗ്ദാന പ്രകാരം इस वादे के मुताबिक जब मऊद 13-ാം നൂറ്റാണ്ടിൽ ഒരു ദൈവനിയോഗിതനെ അയച്ചപ്പോൾ അദ്ദേഹത്തെ നിഷേധിക്കുന്നുവെന്നത് എത്രയും വിചിത്രമാണ്. के बारे में तो हजरत सल्लल्लाहु अलैहि वसल्लम ने മുമ്പുള്ളവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്രമാത്രമാണ്. लेकिन അതായത് ഓരോ നൂറ്റാണ്ടിന്റെ തലക്കലും മുജദ്ദിദ് വരും. अल्लाह ने भी എന്നാൽ ഈ മഊദിനെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്. सल्लल्लाहु अलैहि वसल्लम ने भी നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവിധ അടയാളങ്ങൾ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. भी है और സൂര്യചന്ദ്രഗ്രഹങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അവയൊക്കെ പകൽ വെളിച്ചം പോലെ പൂർത്തിയായിട്ടുണ്ട്, हो रही हैं. പൂർത്തിയായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. इसकी ये निशानियां बताई कि वो आएगा, इसको ये ഈ അടയാളങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും बल्कि ये അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്.
हज़रत मसीह अलैहिस्सलाम के दावे के बाद എന്നല്ല, ഹസരത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം और जगह कहा जाता है വാദം പുറപ്പെടുവിച്ച ശേഷം ചിലർ പറയാൻ തുടങ്ങി, हमें किसी मुसले की जरूरत नहीं है। अब ഇന്നും പറയുന്നവരുണ്ട്, इसलिए നമുക്കിനി ഒരു പരിഷ്കർത്താവിന്റെ ആവശ്യമില്ല എന്ന്. और नाम निहाद उलमा जो हैं उनके मेंबरशिप കാരണം മൗലവിമാരുടെയും നാമമാത്ര പണ്ഡിതന്മാരുടെയും മെമ്പർഷിപ്പ് നഷ്ടമാകും. അവരുടെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും യഥാർത്ഥ അവസ്ഥ വെളിച്ചത്ത് വരുന്നതാണ്. ഹദരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആഗമനത്തെ സംബന്ധിച്ച് പറയുന്നു, इस जमाने में आने के बारे में വളരെ അത്ഭുതകരമായ കാര്യം, ഞാനതിനെ कि अजीब अमर है और അള്ളാഹുവിന്റെ ഒരു അടയാളമായാണ് കാണുന്നത്. कि ठीक അതായത് 1290 हिजरी में ഹിജ്റ വർഷം 1290 തന്നെ शर्फ मुकालमा मुखातबा ഈ വിനീതന് ദൈവത്തിൽ നിന്നും ദിവ്യഭാഷണം ലഭിച്ചിരുന്നു. कुछ अर्से बाद आपने പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് मौत होने का അങ്ങ് വാഗ്ദത്ത മസീഹാണെന്ന് വാദിച്ചു. और आसमानी और जमीनी निशान भी आपके हक में ആത്മീയവും ഭൗതികവുമായ എല്ലാ അടയാളങ്ങളും അങ്ങേ പൂർത്തിയായി. ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ मौजूद है। അതിന്റെ വിശദാംശങ്ങൾ കാണുന്നതാണ്. तफसील में नहीं जा रहा। ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളിലും അതിന് വിശദീകരണങ്ങൾ കാണാം. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും അള്ളാഹുവിന്റെ സഹായങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് വാഗ്ദത്ത മസീഹിന്റെ കാലമാണെന്നാണ്. कि इस यौमिल मौत അള്ളാഹു പറയുന്നു, വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ നാളിൽ, इस्लाम की അതായത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പുനരുജ്ജീവനം തീർച്ചയായും നടക്കുന്നതാണ് എന്നാണ്. जमाना तो शुरू होगा। ഇസ്ലാമിന് പുതുജീവൻ ലഭിക്കുന്ന കാലമായിരിക്കും അത്. मोमनों को उनको എന്നാൽ ഇതിനായി വിശ്വാസികൾക്ക് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ ത്യാഗങ്ങൾ നൽകേണ്ടി വരും. പറയുന്നു, कि कुतिला असहाबुल उखदूद ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, जाएंगे खाइयों वाले अन्नारे ज़ातिल वक़ूद അതായത് കിടങ്ങിന്റെ ഉടമസ്ഥർ നശിക്കട്ടെ. जो बहुत ईंधन वाली है। അന്നാരിദാത്തിൽ വഖൂദ്, हाँ, कूद അതായത് അഗ്നിയുടെ ഇന്ധനമുള്ളവർ. के गिर्द बैठे होंगे। ഇതുഹും അലൈഹ ഖുഹൂദ്, ये അവർ അതിനരികെ ഇരിക്കുകയായിരിക്കും. गया है और बताया गया है ശത്രുക്കളുടെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എതിർപ്പുകൾ ഇത്തരത്തിലുള്ളതായിരിക്കുമെന്നാണ് कि आगे जो പറഞ്ഞിരിക്കുന്നത്. कि उसे गिर्द भी बैठे होंगे वो तो बेशक होगा, लेकिन തീ ആളിക്കത്തിക്കുന്നവരും അതിനു ചുറ്റുമിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. मुखालिफीन പക്ഷെ അവരുടെ പര്യവസാനം നന്നായിരിക്കില്ല. वो हलाक किए जाएंगे। അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. मोमनों को എന്തായാലും अरसा വിശ്വാസികൾക്ക് जोरो सितम ഒരു दीर्घകാലം मजाक അക്രമങ്ങളും പീഡനങ്ങളും ഭയാനകമായ കാഴ്ചകളും സഹിക്കേണ്ടി വരും. हज़रत मसीह मौद अलैहिस्सलाम ने भी इस ഹദരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. हमसे कुछ ഇസ്ലാമിന്റെ വിജയം നമ്മിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുന്നുണ്ട്. मुतालबा मौत का मुतालबा അത് ദൈവമാർഗത്തിലുള്ള മരണമാണ്. में यही बताया गया है कि बहुत ईंधन वाली आगें तुम्हारे खिलाफ भड़काई जाएंगी। ഇന്ധനങ്ങളോടുകൂടിയ അഗ്നികൾ വളരെയധികം നിനക്കെതിരെ ആളിക്കത്തിക്കപ്പെടുമെന്നാണ് ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ये आगे भड़काने वाले ഈ അഗ്നികളിൽ വീണ്ടും വീണ്ടും ഇന്ധനങ്ങൾ ഇടുന്നതായിരിക്കും. देखते रहेंगे। ये लोग जिन्होंने ഈ തീ ആളിക്കത്തിക്കുന്നവർ ऐसे इंतजाम ചുറ്റും ഇരുന്നുകൊണ്ട് किए होंगे, തമാശ കാണുകയായിരിക്കും. गोया खंदकें खोद कर इन मोमनों को ഇത്തരത്തിൽ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നവർ तरफ से घेर कर കിടങ്ങുകൾ കുഴിക്കുകയും जलाएंगे। വിശ്വാസികളെ വളഞ്ഞുപിടിച്ച് അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. अल्लाह ताला ने पहले ये फरमाया എന്നാൽ അള്ളാഹു कि बेशक ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, इससे गुजरना पड़ेगा। അഗ്നിയുടെ കാഠിന്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമെന്ന്. ये हर तरफ से घेर कर मोमनों को आग में जलाने എന്നാൽ വിശ്വാസികളെ വളഞ്ഞുപിടിച്ച് അഗ്നിക്കിരയാക്കുന്നവർ हलाक അവസാനം സ്വയം നശിപ്പിക്കപ്പെടുന്നതാണ്. अपने जोम में तो ये आग के തീക്ക് ചുറ്റും लगाकर भी बैठे കാവൽ നിന്നുകൊണ്ട് कि इस आग से कोई बचकर बाहर ना निकले, അതിൽ നിന്നും ആരും രക്ഷപ്പെടരുത് എന്നാണ് അവർ വിചാരിക്കുന്നത്. कि
पाकिस्तान में पुलिस भी साथ खड़ी तमाशा देखती रहती है, പാകിസ്ഥാനിൽ നാം കാണുന്നു, वो भी नहीं। പോലീസ് പോലും കാഴ്ചക്കാരായി നിന്നുകൊണ്ട് രംഗം കാണുകയാണ്. രക്ഷിക്കാനുള്ള ശ്രമം പോലും അവർ നടത്തുന്നില്ല, മറിച്ച് അതിൽ ഭാഗവക്കാവുകയാണ് ചെയ്യുന്നത്. ना सिर्फ बाहर ഈ തീ ആളിക്കത്തിക്കുന്നവർ मोमिनों को जला പുറത്തുനിന്ന് വീക്ഷിക്കുക മാത്രമല്ല, വിശ്വാസികളെ കത്തിച്ചുകൊണ്ട് അവരതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. अलैहा ऊद, ये सिर्फ कोई पुराना वाक़या, ഇതുഹും അലൈഹ ഖൂദ്, बल्कि ये पेशगोई ഇത് വെറും പഴയ സംഭവങ്ങളല്ല, जो हमें बता रही है ഇത് പ്രവചനം കൂടിയാണ്. कि मोमिनीन വിശ്വാസികളുടെ എതിരാളികൾ ഇത്തരത്തിലുള്ള അഗ്നികൾ ആളിക്കത്തിക്കുകയും और फिर ശേഷം അതിൽ കാവലിരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ये एक और सबूत है हमारे നാം സന്മാർഗത്തിലാണെന്നതിനും വിശ്വാസികളാണെന്നതിനുമുള്ള തെളിവാണിത്. और उन मुखालिफीन के നമ്മുടെ ശത്രുക്കൾ शामिल होने का വിശ്വാസികൾക്കെതിരിൽ मोमिनीन के खिलाफ आगे बढ़कर, തീ പടർത്തുന്നവരുടെ കൂട്ടത്തിലാണെന്നതിലേക്കും फिर ना सिर्फ ये ഇത് തെളിവാണ്. डालकर बैठे कि इस आग से बाहर कोई ना निकले, അതിനു ചുറ്റും വട്ടമിട്ടിരുന്നു കൊണ്ട് ആ തീയിൽ നിന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ല, തങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത്. कि ऐन इसके ശ്രോതാക്കളെ സംബന്ധിച്ച് ചില വിവരണങ്ങൾ ഞാൻ നൽകുന്നതാണ്. मुंह के दरवाजे बंद करके फिर അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. कमरों में जो 10-11 ഇതേപോലെ മുറികൾ അടച്ചുപൂട്ടിയാണ് തീ കൊടുത്തത്. उन्हें फिर മുറികളിൽ 10-11 സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. शीशों से तंजिया अंदाज में हाथ हिलाते हुए और खुशी के नारे लगाते हुए അവരോട് ജനലിലൂടെ പരിഹാസ രൂപേണ കൈവീശി കാണിച്ച് സന്തോഷത്തോടെ മുദ്രാവാക്യം വിളിച്ച് പോവുകയാണുണ്ടായത്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ഇതിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അവരങ്ങനെ ചെയ്തത്. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ उन കാണിച്ച അക്രമികളുടെ മുഖങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് की बेहयाई ലജ്ജയില്ലായ്മ शर्मी की इंतहा हो रही है इनसे, അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നുവെന്നാണ്. इनकी അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ സംസാരങ്ങൾ തുടങ്ങിയവ ധ്വനിപ്പിക്കുന്നത് അതാണ്. എന്തായാലും ये इनकी दुश्मनी की इंतहा है, बल्कि അവരുടെ ശത്രുതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണിത്. 2 दिन की खबर थी, എന്നല്ല, दूसरे ഈ സംഭവത്തിന് ശേഷം एक मौलवी ने 2 ദിവസം കൊണ്ട് അറിയാൻ സാധിച്ചത്, कि ये वादा भी लिया है അടുത്തുള്ള പ്രദേശത്തെ ഒരു മൗലവി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് तो कुछ भी नहीं, അവരിൽ ഉറപ്പു വാങ്ങിയിരിക്കുകയാണ്. तुम मेरे से वादा അതായത് ആ പ്രദേശത്തെ അഹമ്മദികളോട് ചെയ്തത് ഒന്നുമല്ല, ഇവിടുത്തെ അഹമ്മദികളോട് അതിലും കൂടുതലായി ചെയ്യുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യൂ, तो ये कोई നിങ്ങൾ എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കൂ എന്നാണ് ആ മൗലവി പറഞ്ഞത്. कि जिसके बाद हम कहें कि मासूम बच्चों और औरतों को शहीद നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ഷഹീദാക്കിയിട്ടും അവരതിൽ ലജ്ജിക്കുന്നുവെന്ന് ഈ സംഭവത്തെക്കുറിച്ച് പറയാവതല്ല. सोच रखने वाले ഇവർ എത്രമാത്രം ലജ്ജയില്ലാത്തവരും जो ट्विटर पर भी, फोन पे आजकल ट्वीट പ്രാകൃത സ്വഭാവക്കാരുമാണെന്ന് വെച്ചാൽ उस पर भी पैगाम दे रहे हैं, ട്വിറ്ററിലൂടെയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് पढ़ रहे हैं, അഹമ്മദികളോട് ചെയ്തിട്ടുള്ള അക്രമങ്ങൾ ശരിയാണെന്ന മട്ടിൽ हुआ और ऐसा ही होना चाहिए था। സന്ദേശം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. अफसोस ये है कि सब कुछ अल्लाह ताला ഇതെല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിലാണ്. से ये भी जाहिर है യദുഹും അലൈഹ ഖൂദ് मुस्तकिल बैठे रहेंगे, എന്നതിൽ നിന്ന് അവർ അതിൽ സ്ഥിരമായിരിക്കും എന്നത് പ്രകടമാണ്. लंबी करने ഈ ശിക്ഷ നൽകിക്കൊണ്ടുള്ള ചെയ്തികൾ को അവർ നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. बैठना है और किसी चीज पर बैठे रहना, ഖൂദ് എന്നതിന്റെ അർത്ഥം ഇരിക്കുക എന്നതാണ്. तक कोई काम करते चले जाना, സ്ഥിരമായിരിക്കുക എന്ന പ്രയോഗവും ഇതിനുണ്ട്. बस इनके झूठ, फरेब और तकलीफों का जैसे ആയതിനാൽ ഒരു ദീർഘകാലം വരെ അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. रहा है, ആയതിനാൽ ഇവരുടെ കളവിന്റെയും കറ്റുകെട്ടിന്റെയും പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. पैदा होते रहेंगे। ഒരുപക്ഷെ ഒരു ദീർഘകാലം വരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. ये लोग कोशिश കാരണം चले जाएंगे कि എതിർപ്പുകളുടെ പരമ്പര ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. इसकी कोई इंतहा भी है, അത് പോയി നടന്നുകൊണ്ടിരിക്കുകയുമാണല്ലോ. और वो इंतहा ये है ഇവർ നമ്മെ കത്തിച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു പരിധിയുണ്ട്. ആ പരിധി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. होगा क्या, നിങ്ങൾ നിങ്ങളുടെ ചെയ്തികൾ തുറന്നുകൊണ്ടേ പോയിക്കൊള്ളുക. इस हलाक आग അവസാനം നിങ്ങൾ തന്നെയായിരിക്കും ഇത് മുഖേന ले जाओगे। നശിപ്പിക്കപ്പെടുക. സ്വയം ഈ എരിതിയിൽ എറിയപ്പെടുന്നതായിരിക്കും.
कि वो झूठ से काम ले रहे हैं, ഇവരുടെ പണ്ഡിതന്മാർക്കും അറിയാം उनके पास कोई കളവാണ് ഇവർ പറയുന്നതെന്ന്. जिससे वो മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം ഖണ്ഡിക്കുവാനുള്ള ഒരു തെളിവും ഇവരുടെ പക്കലില്ല, बातें बनाई जाएं, उन കളവ് പറയലല്ലാതെ. किताबों में से तोड़ मरोड़ करवा के ഹസരത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളെ വികലമാക്കി അവതരിപ്പിക്കലല്ലാതെ മറ്റൊന്നും ഇവരുടെ പക്കലില്ല. ये करते चले जाते എന്നാൽ ശത്രുത അവരെ അന്ധരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. अपने साथ में ला ഈ തീ ആളി കത്തിക്കുന്നതിൽ അവർ പൊതുജനത്തെയും തങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. कभी तो हकीकी रंग में ये भड़काते हैं, मोमनों को जलाने की कोशिश करते हैं, വിശ്വാസികളെ കത്തിക്കാൻ യഥാർത്ഥത്തിൽ ഇവർ തീ പടർത്തുമ്പോൾ ചിലപ്പോൾ അവർ അതിൽ വിജയിക്കുമെങ്കിലും ചിലപ്പോൾ പരാജയമടയുകയും ചെയ്യുന്നു. और फिर कभी क्या बल्कि ये तो मुस्तकिली है जो अहमदियत की मुखालफत की आग है, പിന്നീട് അഹമ്മദിയത്തിനെതിരിൽ भड़काने की कोशिश എതിർപ്പിന്റെ അഗ്നി പടർത്തിക്കൊണ്ടിരിക്കാൻ ഇക്കൂട്ടർ എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. पाकिस्तान के हर शहर और हर गली में ഇന്ന് പാകിസ്ഥാനിലെ झूठ के बुलंदों पर मुश्तमिल ഓരോ തെരുവിലും अहमदी ഓരോ പട്ടണത്തിലും इश्तिहार അഹമ്മദിയ വിരുദ്ധ നോട്ടീസുകൾ सरकारी പതിപ്പിച്ചിരിക്കുകയാണ്. हत्ता कि हाईकोर्ट की इमारतों पर സർക്കാർ കെട്ടിടങ്ങളിലും और ऐसी ഏതുവരെ എന്നാൽ ഹൈക്കോടതിന്റെ ബിൽഡിങ്ങുകളിൽ വരെയും मंसूब की അത് ഒട്ടിച്ചിരിക്കുകയാണ്. या जो വളരെ വ്യാജമായ കാര്യങ്ങളാണ് അവർ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആരോപിച്ചിരിക്കുന്നത്. कि जिसकी इंतहा कोई नहीं, और ये बातें मंसूब करके लोगों को भड़काने ജമാഅത്തിന്റെ വിശ്വാസത്തിന്മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. की बातें ഇക്കാര്യത്തിൽ ഇവർ അതിര് കവിഞ്ഞിരിക്കുകയാണ്. वास्ता ही नहीं है। ഇത്തരം വ്യാജോക്തികൾ ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടുകയാണ്. इनकी इन्हीं मुखालफतों की वजह से ജമാഅത്തിന്റെ അക്കീദകളുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. मसीह ഇവരുടെ ഈ എതിർപ്പുകൾ കാരണം ജമാഅത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तुम खुदा के हाथ का അള്ളാഹു നിങ്ങളെ പാഴാക്കി കളയുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. खुदा फरमाता है നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട വിത്താണ്. ഈ വിത്ത് വളരുകയും പുഷ്പിക്കുകയും പല ശാഖകളായി തീരുമെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ വൃക്ഷമായി തീരുന്നതാണ്. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കുകയും ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന പരീക്ഷണങ്ങളെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എത്ര ഭാഗ്യവാൻ. अफराद തീർച്ചയായും को तो कुर्बानियां ജമാഅത്ത് അംഗങ്ങൾക്ക് ത്യാഗങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. ये जमात का ये दरख्त है जो अल्लाह ताला ने लगाया है, എന്നാൽ ജമാഅത്ത് ആകുന്ന ഈ വൃക്ഷം അത് നട്ടത് അള്ളാഹുവാണ്. बढ़ता ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരുകയും പുഷ്പിക്കുകയും ഫലം നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. और ये आगे भड़काने वाले खुद अपने आप को ഈ അഗ്നി ആളിക്കത്തിക്കുന്നവർ സ്വയം തന്നെ ആ അഗ്നിയിൽ എരിയുന്നത് കാണുന്നതാണ്. या किसी और जरिए से अल्लाह ताला उन्हें हलाक करने के समांतर അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ നശിപ്പിക്കാനുള്ള ഏർപ്പാട് അള്ളാഹു ചെയ്യുന്നതാണ്. असहाबुल उखदूद ये एक पेशगोई है ഉത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് के हक में ഇതൊരു പ്രവചനമാണ്. पूरी हो भी रही है, ഇത് ജമാഅത്തിന് അനുകൂലമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. हलाक होते रहेंगे ഇക്കൂട്ടർ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. भी इन जुल्मों के साथ बात ആയതിനാൽ पूरी होती रहेगी। ഈ പ്രവചനവും ഇവരുടെ അക്രമങ്ങളോടൊപ്പം വീണ്ടും വീണ്ടും പുലർന്നുകൊണ്ടിരിക്കുന്നതാണ്. के बाद आ जाएं, बार बार अपने जुल्मों को याद അവർ ഈ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാതെ അത് തുടർന്നുകൊണ്ടേ പോകുന്നതാണ്. जो खुदा ताला के എന്നാൽ ദൈവത്തിന്റെ കൈയാൽ നടപ്പെട്ട അഹമ്മദിയത്താകുന്ന ഈ ചെടി कहीं चला जाएगा इंशाल्लाह। അത് വളർന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ. 25 साल जमात अहमदिया की 125 വർഷത്തെ അഹമ്മദിയ ചരിത്രത്തിൽ നിന്നും ये तरक्की जो हो रही है അത് നേടിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളിൽ നിന്നും ले लेना चाहिए कि ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, बल्कि ये ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന പാഠം അവർ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. अंदाजी करके उसे रोकने की कोशिश അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തടയുകയും ചെയ്തുകൊണ്ട് खुदा ताला की ഇക്കൂട്ടർ ദൈവത്തിന്റെ ക്രോധമല്ലാതെ മറ്റൊന്നുമല്ല വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ये जानते हैं कि गलत करते हैं, തെറ്റാണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയാം. अल्लाह का ഖുർആൻ അവരെ അനുകൂലിക്കുന്നില്ലെന്നും അറിയാം. അള്ളാഹുവിന്റെ റസൂലും ഇവരുടെ ഒരു കാര്യത്തിലും क्या അനുകൂലിക്കുന്നില്ല. जो बयान करता रहा हूँ साहबा मसीह अलैहिस्सलाम के ഞാൻ മുമ്പ്
ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളുടെ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. बैत में शामिल होते हैं। അവയിലും അതുപോലെ തന്നെ ഇന്നും ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജമാഅത്തിൽ പ്രവേശിക്കുന്നവരായിട്ടുണ്ട്. അവരുടെ സംഭവങ്ങളിലും ഞാൻ വിവരിച്ചിട്ടുണ്ട്. नाम नेहाद उलमा है, ഈ എതിരാളികൾ പറയുന്നത് ये कहते हैं कि कादियानियों से सिर्फ ഇവരോട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത് എന്നാണ്. न करो, अपने लोगों को, अपने അതുകൊണ്ട് को इन उलमा ने ये पट्टी पढ़ाई है, ये सबक सिखाते हैं। ഇവർക്ക് ഈസാ നബിയുടെ മരണം വളരെ എളുപ്പത്തിൽ സ്ഥാപിക്കാൻ സാധിക്കും. इससे तो ये लोग वफात मसीह ഖതുമുൻ നുബുവത്തും അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. की जो तारीफ ये करते हैं वो भी साबित कर देंगे। മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയും സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. बल्कि अब तो इनका ये कहना है, മറിച്ച് ഇനി ഇവരോട് പറയാനുള്ളത്, सुनो और इनसे बात ही ना करो बिल्कुल, ഞങ്ങൾക്കൊന്നും ഇനി കേൾക്കേണ്ട എന്നാണ്. इसलिए कि इनको पता है കാരണം दलील की रूह से അവർക്കറിയാം इनके पास कुछ नहीं। തെളിവിന്റെ അടിസ്ഥാനത്തിൽ गर्मी है, ഇവരുടെ അടുക്കൽ ഒന്നുമില്ല. गर्मी में जितने मर्जी ദുർവാശിയും പകവക്കലുമാണ് ഇവരുടെ പക്കലുള്ളത്. अपनी मर्जी के मुताबिक निकालते ഈ ദുർവാശിയിൽ അവർ അവരുടെ ഇഷ്ടം പോലെ അർത്ഥങ്ങൾ നൽകിയാലും ശരി, हैं और नजरियात തെറ്റായ അധ്യാപനങ്ങളും വീക്ഷണങ്ങളും മൂലം नास को ഇക്കൂട്ടർ പൊതുജനങ്ങളെ जोम में വിഡ്ഢികളാക്കുകയാണ്. करवाते हैं कि अक्सरियत അവർ അക്രമം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഭൂരിപക്ഷം തങ്ങളുടെ പക്കലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. खुद जो मीडिया या टीवी चैनल ഒരു സർക്കാർ ടിവി ചാനലിൽ ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. मौलवी साहब आए हुए थे, बगैर അദ്ദേഹം അഹമ്മദികളുടെ പേരെടുത്ത് പറയാതെ പറയുകയുണ്ടായി. ये कहा അദ്ദേഹം പൊതുജനങ്ങളെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. वो അദ്ദേഹം പറഞ്ഞു, करने की कोशिश कर रहे थे कि സംഭവിക്കാൻ പാടില്ലാത്തതാണ് था, लेकिन സംഭവിച്ചിരിക്കുന്നത്. ज्यादा जोर उनका इस बात पे था പക്ഷേ कि अकली അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയത് अक्सरियत के जो ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളെ മാനിക്കേണ്ടതാണ് എന്നതിലാണ്. मारते हैं खुद ही അവർ സ്വയം കൊല്ലുകയും इल्जाम लगाते സ്വയം ആരോപണങ്ങൾ ഉന്നയിക്കുകയും സ്വയം നീതിമാനാണെന്ന് ചമയുകയും हैं, फिर खुद इस സ്വയം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും സ്വയം തന്നെ ശിക്ഷ നൽകുകയും ചെയ്യുന്നു. എന്തായാലും इन लोगों के पास, क्योंकि ഇവരുടെ പക്കൽ തെരുവുകളുടെ പിൻബലമുള്ളതുകൊണ്ടും पास या खुद से രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ താൽപര്യം समझी है कि अहमदियों की അഹമ്മദികളെ എതിർക്കുന്നതിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഗവൺമെന്റ് ഇവർ പറയുന്നത് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. इनको ये नहीं पता कि अल्लाह ताला ने അള്ളാഹു ഇവരുടെ പര്യവസാനം എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഇവർക്കറിയില്ല. अल्लाह ताला फरमाता है कि इन्नल्लज़ीना फतनु അള്ളാഹു പറയുന്നു, वल मुमिनात ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി തുമ്മ ലം യതൂബു अज़ाबु जहन्नम वलहुम अज़ाबुल हरीक। ഫലഹും അദാബു ജഹന്നമ लोग जिन्होंने വലഹും അദാബുൽ ഹരീഖ്. औरतों को कितने में डाला സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പീഡിപ്പിക്കുകയും और उनके लिए എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നരകശിക്ഷയുണ്ടാകും. എരിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. जो मोमिन मर्दों और मोमिन औरतों को അള്ളാഹു പറയുന്നു, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ശിക്ഷ നൽകുകയും നൽകാൻ ശ്രമിക്കുകയും पहरे लगाते हैं, അവർക്കെതിരിൽ തീ ആളിക്കത്തിക്കുകയും आने वाला ना आ जाए। അതിനുശേഷം तो ऐसे लोगों के लिए അതിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്നവർ, ഇത്തരക്കാർക്ക് നരകശിക്ഷയാണ് ഉള്ളത്. तो जाहिरी आग भड़काते हैं ഇക്കൂട്ടർ और छुपी ബാഹ്യമായ തീയാണ് कത്തിക്കുന്നത്. हुई आग भी, ताकि लोग ഗോപ്യമായ തീയും ഇവർ ആളിക്കത്തിക്കുന്നുണ്ട്. मोमिनों को अज़ाब में डालने की कोशिश ജനങ്ങൾ എല്ലാ വിധത്തിലും करें और करते വിശ്വാസികളെ ശിക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് പടർത്തുന്നത്. आजकल ये फितना और छुपी हुई आग ഇന്നത്തെ ഫിത്നയും पाई जाती है। ഗോപ്യമായ അഗ്നിയും വ്യാപിപ്പിച്ചിരിക്കുന്നത് हम अहमदी നാവുദുബില്ല ഞങ്ങൾ അഹമ്മദികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നില്ല, की नहीं मानते, या അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അങ്ങയെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. जो हमारे दिलों को ഞങ്ങളുടെ ഹൃദയത്തെ മതിച്ചു കളയുന്ന ഒരു വ്യാജ ആരോപണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ इज्जत ആദരവും ശ്രേഷ്ഠതയും സ്ഥാപിക്കാനാണ്
അഹമ്മദികൾ ലോകത്തിന്റെ കോണുകളോളം പ്രവർത്തന നിരതരായിരിക്കുന്നത്. जहां कहीं आ हजरत सल्लल्लाहु अलैहि वसल्लम की इज्जत पर हमला എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ ശ്രമമുണ്ടായിട്ടുണ്ടോ, मौजूद होता है. അവിടെ അഹമ്മദിയാണ് അതിന് മറുപടി പറയാൻ ആദ്യം എത്തുന്നത്. जो अपनी मौत कबूल कर सकता ഞങ്ങൾ മരിച്ചാലും लेकिन आ हजरत നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള मामूली से ഒരു വാക്കുപോലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. अलैहिस्सलाम ने हमें तालीम दी. ഈ അധ്യാപനങ്ങളാണ് ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയിരിക്കുന്നത്. वो क्या है और वो जानता ഞങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്നും है वो क्या है. इसमें तजाद ഞങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്നും എത്തരത്തിലുള്ളതാണ് എന്നും അള്ളാഹുവിനറിയാം, അള്ളാഹുവിന് നന്നായി അറിയാം. അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. एक झूठे की जमात को बावजूद तमाम दुनिया की നൗദുബില്ല, मुखालफत ഒരു കള്ളവാദിയുടെ ജമാഅത്തിന് ഇത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടും വിജയങ്ങളുടെ മേൽ വിജയങ്ങൾ നൽകുക എന്നത് അള്ളാഹുവിന്റെ പണിയല്ല. कि उसने इसको तरक्की देनी है ഈ ജമാഅത്തിന് വിജയം നൽകണമെന്ന് അവനറിയാം. कि ऐसे मोमिनों को അള്ളാഹു പറയുന്നു, शाह जलाल और तौहीद का എന്റെ മഹത്വം സ്ഥാപിക്കുന്നതിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും എന്റെ അവസാന നബിയുടെ മാനത്തെയും മഹത്വത്തെയും നിലനിർത്തുന്നതിനും അഹോരാത്രം മുഴുകിയിരിക്കുന്ന വിശ്വാസികളെ फितना में डालने ഫിത്നയിൽ അകപ്പെടുത്താനും और तकलीफ देने वालों उनके बदनों ബുദ്ധിമുട്ടിക്കാനും या उनके घरों को അവരെ കത്തിച്ചു കളയാനും या അവരുടെ വീടുകളെ കത്തിച്ച് നശിപ്പിക്കാനും करके വ്യാജമായ കാര്യങ്ങളെ അവരിൽ ആരോപിച്ച് छोड़ूंगा नहीं. അവരുടെ ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്നവരെയും ഞാൻ വിടില്ല. यकीनन जहन्नम की आग में डालूंगा. അവരെ തീർച്ചയായും നരകാഗ്നിയിൽ ഇടുന്നതാണ് तौबा कर ले. അവർ തോബ ചെയ്തിട്ടില്ലെങ്കിൽ. अल्लाह ताला तौबा कबूल कर लेता है. അള്ളാഹു തോബ സ്വീകരിക്കുന്നവനാണ്, लेकिन अगर तौबा नहीं करते മാപ്പാക്കുന്നവനാണ്. तो याद रखें എന്നാൽ തോബ ചെയ്യുന്നില്ലെങ്കിൽ जहन्नम ഓർമ്മിച്ചുകൊള്ളുക, जिस तरह ഫലഹും മദാബു ജഹന്നമ या उन വലഹും മദാബുൽ ഹരീഖ്. या उनके घरों को जलाया या कोशिश करते വിശ്വാസികളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും വീടുകളെയും नहीं हुई, उसी तरह उन्हें भी अजाब दिया. അവർ കത്തിച്ചതുപോലെ അവർക്കും അത്തരത്തിലുള്ള ശിക്ഷ നൽകപ്പെടുന്നതാണ്. अजाब दो तरह का होगा. പക്ഷെ അത്തരം അക്രമ പ്രവർത്തികൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ जलने രണ്ടു വിധമാണ്, ബാഹ്യമായതും ആന്തരികമായതും. എരിച്ചു കളയുന്ന ശിക്ഷയും നരകാഗ്നിയുടെ ശിക്ഷയും ലഭിക്കുന്നതാണ്. कर उस हस्ती के बारे में നമ്മുടെ ജീവനേക്കാളും പ്രിയങ്കരനായ ആ ഹസ്തിത്വത്തെ സംബന്ധിച്ച് ഇക്കൂട്ടർ നമ്മുടെ മേൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് दिलों को जलाने की कोशिश. നമ്മുടെ ഹൃദയങ്ങളെ എരിച്ചു കളയാൻ ശ്രമിക്കുകയാണ്. तो इस वक्त എന്നാൽ ഇക്കൂട്ടരുടെ ഹൃദയങ്ങളെ में जल रहे हैं कि जमात अहमदिया അഹമ്മദികൾ എന്തുകൊണ്ട് വിജയിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും जमात का हर फर्द തങ്ങളുടെ വിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നു. ഇവരുടെ സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും കുട്ടികളുമൊന്നും നമ്മെ ഭയപ്പെടാത്തതെന്ത്? खौफ नहीं खाता ഞങ്ങളുടെ അക്രമങ്ങളെ और हमारे വളരെ ധീരമായി നേരിടുന്നത് എന്തുകൊണ്ട് कर रहा है. എന്ന അസൂയാഗ്നി गुजरांवाला के रहने എരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1974 के फसादों ഗുജറാൻവാലയിലെ നിവാസികൾ 1974 ഫസാദുകളിലും ഒരുപാട് ത്യാഗം വരിച്ചവരാണ്. അവരതിൽ മാതൃക കാണിച്ചവരാണ്. ഇന്നും അവർ ത്യാഗത്തിന്റെ പുതിയ മാതൃക സ്ഥാപിച്ചിരിക്കുകയാണ്. और एक औरत ने അതിൽ 7 മാസമുള്ള പെൺകുഞ്ഞും 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ത്യാഗത്തിന്റെ മഹത്തായ മാതൃക നിലനിർത്തിയിരിക്കുകയാണ്. दूध जो भी इस दुनिया में नहीं आया था, जिसने 1.5-2 माह बाद മാത്രമല്ല इस दुनिया ഈ ലോകത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത को वो भी इन जालिमों की वजह से दुनिया में आने से महरूम हुआ और कुर्बानी दे की है. बहरहाल इन जालिमों और आगे लगाने वालों के बारे में तो खुदा ताला ने हमें बता दिया 1-2 മാസത്തിന് ശേഷം क्या होगा. ഈ ലോകത്തേക്ക് വരേണ്ടിയിരുന്ന ഒരു കുഞ്ഞിനും मान लाने ഈ ലോകത്തേക്ക് വരാൻ സാധിച്ചില്ല. वाली कुर्बानियों के बदले में ആ കുഞ്ഞിനെയും ഈ ലോകത്തേക്ക് വരാൻ അനുവദിച്ചില്ല. अगर फरमाया कि इन्नल्लज़ीना आमनू എന്തായാലും ഈ അക്രമികളുടെയും लहुम അഗ്നി ആളിക്കത്തിക്കുന്നവരുടെയും പര്യവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ ചെയ്ത ത്യാഗങ്ങൾ മൂലം അവർക്കുണ്ടാകുന്ന ऐसी जन्नतें हैं जिनके दामन അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക
ഫൗസുൽ കബീർ. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് തായോരത്തുകൂടി അരുവികളൊഴുകുന്ന ആരാമം ലഭിക്കുന്നതാണ്. അതത്രേ മഹത്തായ വിജയം. ശത്രുക്കൾ അഗ്നിയുടെ പരമ്പര തുടങ്ങുകയും അത് അണയാതിരിക്കാൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചത് ഫയർഫോഴ്സുകാരെയും ഇവർ തടഞ്ഞുവെച്ചു എന്നാണ്. തീ അണയ്ക്കാൻ മുന്നോട്ടു പോകാതിരിക്കാൻ കല്ലേറ് നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ആംബുലൻസും തടഞ്ഞുവെച്ചു. അതിന് മുന്നിൽ നിന്നുകൊണ്ട് അവർ നൃത്തം വെച്ചു. എന്നാൽ അള്ളാഹു പറയുന്നു, ആക്രമിക്കപ്പെട്ട ഈ കൂട്ടർക്ക് ഞാൻ തണലുകളുള്ള ആരാമങ്ങൾ നൽകുന്നതാണ്. അതിന്റെ തണലുകൾ തണുപ്പുള്ളതാണ്. അതിന്റെ തായോരത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. അവരുദ്ദേശിക്കുമ്പോൾ ജലപാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ തൊണ്ടകൾ അവർ തണുപ്പിക്കുന്നതാണ്. അവരുടെ ശരീരങ്ങളെയും അവർ തണുപ്പിക്കുന്നതാണ്. ശത്രുക്കൾ അഗ്നിയുടെ താപം നൽകാനാണ് ശ്രമിച്ചത്. സ്വർഗത്തിലാണെങ്കിൽ തണുപ്പുള്ള തണലുകളാണ് ഉള്ളത്. വേലിന്റെ ചൂടും അവരെ ബാധിക്കുകയില്ല. ശത്രുക്കൾ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. അവരങ്ങനെ സന്തോഷിക്കാനാണ് ആഗ്രഹിച്ചത്. അവർ വീട്ടിലുള്ളവർക്ക് വെള്ളം നൽകിയില്ല. അവർ ആഗ്രഹിച്ചത് ഇവർ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമെന്നാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് അവൻ അവർക്കായി തുറന്ന അന്തരീക്ഷവും തണുത്ത ജലവും നൽകുമെന്നാണ്. അവിടെ അവരുടെ ശരീരം എന്നും ഫ്രഷായി നിൽക്കുന്നതാണ്. അഗ്നി വെക്കുന്നവരുടെയും ആക്രമിക്കപ്പെടുന്നവരും തമ്മിലുള്ള പ്രകടമായ വ്യതിരിക്തതയാണിത്. ഈ ആക്രമണങ്ങൾക്കെതിരിൽ മുമ്പും ഞങ്ങൾ അള്ളാഹുവിന് മുമ്പിലാണ് കുനിഞ്ഞിരുന്നത്, ഇന്നും അവന്റെ മുമ്പിൽ തന്നെയാണ് കുനിയുന്നത്. ഈ വചനങ്ങളിൽ ജർമ്മനിയിലെ ഒരു സ്ത്രീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. ഈ സംഭവത്തിന് ശേഷം അവർ ചോദിക്കുകയുണ്ടായി, ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽഹാം ഉണ്ടായിട്ടുണ്ടല്ലോ, തീ കൊണ്ട് എന്നെ ഭയപ്പെടുത്തല്ല, തീ നമ്മുടെ ദാസനാണ്, അല്ല എന്റെ ദാസന്റെ ദാസനാണ് എന്ന്. ഇതിനുശേഷം ആ സ്ത്രീ പിന്നീടൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായി എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാണ്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ വിശ്വാസം ദൃഢതരമാക്കി വെക്കുക എന്നാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വചനങ്ങളുടെ വിശദീകരണത്തിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത്. ഇൽഹാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അതിനെ ഭയപ്പെടുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇക്കൂട്ടർ അഗ്നി ആളിക്കത്തിക്കുന്നതാണ്. തീർച്ചയായും അവർ തീ കത്തിക്കുന്നതാണ്. എന്നാൽ തീ കൊണ്ട് അവർ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഒരിക്കലും അവർക്ക് പ്രാപ്യമാവുന്നതല്ല. തീ വെച്ച് നശിപ്പിച്ചുകൊണ്ട് അഹമ്മദികളെ അഹമ്മദത്തിൽ നിന്നും അകറ്റാമെന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അഗ്നിയുടെ ശിക്ഷ നൽകിക്കൊണ്ട് അഹമ്മദികളെ ഭയപ്പെടുത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസിയായ ആർക്കെങ്കിലും ഇതുമൂലം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഈ അഗ്നി അവരുടെ ദാസരായിക്കൊണ്ട് അവരുടെ പുരോഗതിയുടെ വാതായനങ്ങൾ തുറക്കുകയാണുണ്ടായത്. അവരുടെ ഈമാനെ ദൃഢതരമാക്കുകയാണ് ചെയ്തത്. ഈ അഗ്നി മൂലം ബാഹ്യമായ വല്ല നഷ്ടവും ഉണ്ടായെങ്കിൽ തന്നെ ജമാഅത്തിന്റെ വിജയത്തിനും പുരോഗതിക്കുമുള്ള വളമായി തീർന്നുകൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണുണ്ടായത്. കൂടാതെ ശത്രുക്കൾ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ
പരാജിതരാവുകയാണുണ്ടായത്. तो इसका मतलब ये है ആയതിനാൽ എല്ലാ രൂപത്തിലും ഫലങ്ങൾ ദൈവിക സഹായങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഓരോന്നിനും വ്യത്യസ്ത വശങ്ങളുണ്ട് എന്നാണ്. ബാഹ്യവും ആന്തരികവുമായ വശങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് പോലെ खाने वालों को तो मैं തീ ആളിക്കത്തിക്കുന്നതിന്റെ ഫലമായി അത് ചെയ്തവർക്ക് എരിച്ചിലിന്റെയും നരകത്തിന്റെയും ശിക്ഷ നൽകുമെന്ന് പറയുമ്പോൾ तो ठंडी साय തീ മുഖേന നഷ്ടം സംഭവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് जिन्होंने जान दी കുളിരേകുന്ന തണലുകളാണ്. इनकी इस कुर्बानी ജീവൻ നൽകിയ നിരപരാധിയായ കുട്ടി നേരത്തെ തന്നെ സ്വർഗത്തിലാണ്. खुदा ताला ने ആ കുട്ടിയുടെ ത്യാഗം മൂലം അവൻ ദൈവത്തിന് കൂടുതൽ പ്രിയങ്കരനാവുകയാണ് ചെയ്തത്. इल्हाम में ये तो नहीं कहीं कहा गया था कि ദൈവം അവനെ नदियों के लिए തന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ വെച്ചിരിക്കുകയാണ്. और ये അഗ്നി അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളമാണെന്ന് ഇൽഹാമിൽ പറഞ്ഞിട്ടില്ല. कोई ऐसी निशानी नहीं बताई गई थी. मकसद यही था മറ്റുള്ളവർക്ക് അത് ശിക്ഷയൊന്നോണമാണെന്നോ നാം അതിൽ നിന്നുമെന്നും സുരക്ഷിതരായിരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. ज़ाहिरी तौर അത്തരത്തിലുള്ള ഒരു അടയാളവും പറയപ്പെട്ടിരുന്നില്ല. पर कहीं आगे बुझ भी जाती हैं. നാം അഗ്നിയെ പേടിക്കുന്നവരല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇത് ബാഹ്യമായ നിലയിലും പുലരാറുണ്ട്, देखते हैं ആന്തരികമായ നിലയിലും പൂർത്തിയാവാറുണ്ട്. कि ചിലപ്പോൾ हाँ हजरत सल्लल्लाहु अलैहि वसल्लम के जमाने में कफार के അഗ്നി അണഞ്ഞും പോകാറുണ്ട്, ചിലപ്പോൾ अज़ाब मुकद्दर നഷ്ടം വരുത്താറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിലെ നിഷേധികൾക്ക് വിധിക്കപ്പെട്ട ശിക്ഷ मसीह अलैहि യുദ്ധമായിരുന്നു. മറ്റു ശിക്ഷയൊന്നും തന്നെ അവരുടെ മേൽ വരികയുണ്ടായില്ല. सल्लम मुकद्दर था और ഹജറത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഇത് തന്നെയാണ്. उनका जोर टूटा. लेकिन क्या इन जंगों में मुसलमान शहीद ഇതുകൊണ്ടാണ് അവർ തൗബ ചെയ്തതും ഇതിലൂടെയാണ് അവരുടെ ശക്തി ക്ഷയിച്ചതും. എന്നാൽ ഈ യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ ഷഹീദാക്കപ്പെട്ടിരുന്നില്ലേ? ये फरमाया कि ये जहन्नमी हुए. वहां मुसलमानों की मौत को फरमाया कि उन्हें मुर्दा തീർച്ചയായും ഉണ്ടായിരുന്നു. ये जिंदा है. പക്ഷെ നിഷേധികൾ മരിച്ചപ്പോൾ അവർ നരകവാസികളാണ് എന്ന് പറഞ്ഞ അള്ളാഹു हर रोज മുസ്ലിങ്ങൾ മരിച്ചപ്പോൾ പറഞ്ഞത് അവർ മരിച്ചവരാണെന്ന് പറയരുത് എന്നാണ്. മറിച്ച് ജീവിച്ചിരിക്കുന്നവരത്രേ. ഓരോ ദിവസവും നവനവങ്ങളായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. और ये भी शायद ആയതിനാൽ में पहला मौका है. നമ്മുടെ ശുഹദാക്കളും तमाम അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗസ്ഥരാണ്. या करने वालियां അഹമ്മദത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് സ്ത്രീകളും പെൺകുട്ടികളും മാത്രമായി ത്യാഗങ്ങളിൽ ഉൾപ്പെടുന്നത്, कुर्बानियां പുരുഷന്റെ സാന്നിധ്യമില്ലാതിരിക്കുന്നത്. के करीब तर ला रही हैं. ഈ നിരപരാധികളുടെ ത്യാഗങ്ങൾ നരകങ്ങളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. यहाँ ये ഇൻഷാ അല്ലാ ഇതൊരിക്കലും പാഴാവുകയില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. हुई हैं, किसी को जलने के जख्म नहीं आए. बावजूद മരണം സംഭവിച്ചത് थे बार बार ശ്വാസം നിലച്ചതുമൂലമാണ്. कर रहे थे और തീപ്പൊള്ളലിന്റെ മുറിവുകൾ അവർക്കുണ്ടായിട്ടില്ല. टूटा हुआ सामान, बाल्टियां, घर का फर्नीचर वगैरह ശത്രുക്കൾ തുടരെ തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും चाहते थे. बाकी कीमती सामान പലവിധത്തിലുള്ള ഇന്ധനങ്ങളും അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരുന്ന പല ഫർണിച്ചറുകളും അവർ തീ കെടാതിരിക്കാൻ അവർ അതിനെ കത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും അവർക്ക് कुछ कवायफ हैं वो भी मैं आपके सामने पेश कर. മുറിവേറ്റിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന്റെ റിപ്പോർട്ട് ഞാൻ നൽകുകയാണ്. ഒരു ചുരുങ്ങിയ റിപ്പോർട്ട് ഞാൻ നൽകുകയാണ്. जो खातून शहीद हुई हैं ഈ ശ്രോതാക്കളിൽ बेगम साहिबा था. ഷഹീദാക്കപ്പെട്ട സ്ത്രീയുടെ പേര് मुनीर अहमद साहब ബുഷ്ര ബീഗം സാഹിബ എന്നാണ്. മുനീർ അഹമ്മദ് സാഹിബ് മർഹൂമിന്റെ ഭാര്യയായിരുന്നു അവർ. बेद मुकरम बूटा मोहम्मद കുട്ടികൾ ഹൈറാത്ത് തബസ്സും कायनात तबस्सुम मुकरम मोहम्मद. കായിനാത്ത് തബസ്സും ബൂട്ടാ സാഹിബിന്റെ മക്കളാണ്. इस वाकया तो वैसे तो ഈ സംഭവം लोगों ने सुन ही लिया है, എല്ലാവരും കേട്ടിരിക്കും. चुका है, लेकिन फिर भी मैं बयान कर देता हूँ कि 27 പല സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ വന്നിട്ടുണ്ട്. कच्ची पंप वाली എന്നാലും ഞാൻ വിവരിക്കുകയാണ്. 2014 ജൂലൈ 27 ഗുജറാൻ വാലയിൽ അഹമ്മദിയത്തിന്റെ എതിരാളികൾ घरों पर हमला किया. അഹമ്മദിയ വീടുകളെ ആക്രമിക്കുകയുണ്ടായി. नतीजा में बुशरा बेगम साहब, വീടിന് തീവച്ചു. एलिया मुनीर അതിന്റെ ഫലമായി മുനീർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യ ബുഷ്ര ബീഗം സാഹിബ और ईजा हिरात तबस्सुम 55 വയസ്സായിരുന്നു അവർക്ക്. कायनात तबस्सुम उम्र 8 माह ബൂട്ടാ സാഹിബിന്റെ പെൺമക്കളായ 6 വയസ്സുള്ള ഹൈറാത്ത് തബസ്സും बच्चियां थी, जैसे कि बताया मैंने, शहीद हुई. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन.
6 മാസം വയസ്സിൽ കായനാത്ത് അബസം ഷഹീദാവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. कि वकूआ के रोज शहीद मरहूम के एक बेटे അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഷഹീദ് മർഹൂമയുടെ മകൻ अफ्तारी നോമ്പുതുറയ്ക്ക് ശേഷം लेने गए। वहां उन्होंने देखा कि उनके चचा ഒരു ക്ലിനിക്കില് മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു. रोका हुआ है। उनके അവിടെ അദ്ദേഹം കാണുന്നത് തന്റെ പിതൃ സഹോദര പുത്രനായ വക്കാസ് അഹമ്മദിനെ ചിലർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. पूछा किया कि आपके एक नौजवान ने फेसबुक എന്താണ് പ്രശ്നമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ തുടങ്ങി. पर उन्होंने നിങ്ങൾ ഒരു യുവാവ് ഫേസ്ബുക്കിൽ കാബയെ നിന്ദിച്ചുകൊണ്ട് ഫോട്ടോ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് ആരോപിക്കുകയുണ്ടായി. നൗദുബില്ലാ. सोची समझी स्कीम। അദ്ദേഹം അവരോട് പറഞ്ഞു, बहरहाल फौरन ही वो ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല. हो गए। നേരത്തെ തീരുമാനിച്ചുറച്ച ഒരു ഗൂഢാലോചനയുടെ ഫലമാണിതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശത്രുക്കൾ അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. भाई मोहम्मद बूटा साहब ഗ്ലാസ് ബോട്ടിലുകൾ പൊട്ടിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. के पर बुलाया। അവസ്ഥ കണ്ട മുഹമ്മദ് അഹമ്മദ് സാഹിബ് തന്റെ സഹോദരൻ ബൂട്ട സാഹിബിനെ കടയിൽ നിന്നും പിതൃ സഹോദരൻ ഖലീൽ സാഹിബിന് വീട്ടിൽ നിന്നും ഫോൺ ചെയ്ത് വിളിപ്പിച്ചു. അവർ വന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. घर आ गए। അതേസമയം ഖലീൽ അഹമ്മദ് സാഹിബിന് ഗ്ലാസ് ബോട്ടിലിന്റെ മർദ്ദനം മൂലം മുറിവേൽക്കുകയുണ്ടായി. എന്തായാലും തൽക്കാലം ആ പ്രശ്നം അവസാനിച്ചു. घर छोड़ के അവർ വീട്ടിലെത്തി. स्टेशन जो उनकी दुकान थी वहां चले गए। തന്റെ സഹോദരനെ വീട്ടിലെത്തിച്ച് കടയിലേക്ക് പോയി. और डॉक्टर साहब जिनका കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും हुआ था അദ്ദേഹം പോയ ക്ലിനിക്ക് അവിടെയാണല്ലോ बताया कि यहाँ लोग പ്രശ്നമുണ്ടായത്. അവിടുത്തെ ഡോക്ടർ സാഹിബ് മുഹമ്മദ് ബൂട്ട സാഹിബിനെയും की गरज से ഫസൽ അഹമ്മദ് സാഹിബിനെയും ഫോൺ വിളിച്ചു പറഞ്ഞു, ഇവിടെ ജനങ്ങൾ കൂട്ടം കൂടിയിരിക്കുകയാണ്. ഒരു ജുലൂസ് ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണത്തിനായി താങ്കളുടെ വീട്ടിലേക്ക് വരികയാണ്. दुकान बंद ഇതുപോലെ തന്നെ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും बकायदा प्लानिंग വിളംബരമുണ്ടായി. ഞങ്ങൾ ഒരുമിക്കുകയാണ്, അതുകൊണ്ട് കടകൾ അടച്ചിടുക. बंदी के साथ शुरू। കടകൾ അടച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സ്വയം അനുഭവിച്ചു കൊള്ളുക എന്ന്. 18 अहमदी अहबाब के ആസൂത്രിതമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇത്. इतला के मिलते ही എല്ലാ പ്രവർത്തനങ്ങളും വളരെ ആസൂത്രിതമായാണ് തുടങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പല തെരുവുകളിലായി 18 അഹമ്മദി വീടുകളാണുള്ളത്. അറിവ് ലഭിച്ച ഉടനെ തന്നെ जमात और उनके भाई की फैमिलीज अभी घर 15 വീട്ടുകളിലെ സ്ത്രീകളും മറ്റുള്ളവരും അവിടുന്ന് പോയി. എന്നാൽ മുഹമ്മദ് ബൂട്ട സാഹിബും മറ്റ് 2 വീട്ടുകാരും ജമാഅത്ത് സദറായ മുഹമ്മദ് അഷ്റഫ് സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബവും വീട്ടിലാണുള്ളത്. अब इसके बारे ജാതിയായി വന്നവർ ഏകദേശം 8:30 മണിക്ക് ആക്രമണം അയച്ചുവിടുകയുണ്ടായി. हालांकि फायरिंग सिर्फ അഹമ്മദി വീടുകളുടെ സമീപത്തെത്തി മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. വെടിവെപ്പ് നടത്തി. വീടുകളിലെ പൂട്ടിക്കിടന്ന വാതിലുകൾ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. हमला किया। इस इलाके में शिया ഇത് സംബന്ധിച്ച് പോലീസ് പത്രങ്ങളിൽ തെറ്റായ വാർത്തയാണ് നൽകിയത്. शिया बहुत बातें करते हैं लेकिन उन्होंने 2 ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായി എന്ന് അവർ പറഞ്ഞത്. साथ दिया। എന്നാൽ എതിരാളികളായിരുന്നു വെടിവെച്ചത്. ജമാഅത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഫയറിംഗും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. जमात ने फौरी तौर पर SHO पीपुल्स कॉलोनी को मतलब ഇക്കൂട്ടർ ആസൂത്രിതമായി എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കാൻ തുടങ്ങി. ഈ പ്രദേശത്ത് ഷിയാക്കൾ വളരെയധികമുണ്ട്. ഷിയാക്കൾ ഇക്കാര്യത്തിൽ വലിയ വർത്തമാനങ്ങൾ പറയാറുണ്ടെങ്കിലും बहरहाल हकीकत ഇതിൽ അവർ അക്രമികളെ സഹായിക്കുകയാണുണ്ടായത് എന്നല്ല, വളരെയധികം സഹായിക്കുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം സദർ ജമാഅത്ത് ഉടനെ തന്നെ SI വിവരം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലീസുകാരോടൊപ്പം സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അക്രമികളെ കൂടിയാലോചനയ്ക്ക് വേണ്ടി കൂടെ കൊണ്ടുപോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അക്രമികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവർ വീണ്ടും ആക്രമിക്കുകയുണ്ടായി. പലവിധ മാരക ആയുധങ്ങളുമായായിരുന്നു അവർ ആക്രമിച്ചത്. आते ही इन्होंने पहले ഇവരുടെ കൂടെ മറ്റു ജനങ്ങളും വന്നു ചേർന്നു. काटी വന്ന ഉടനെ തന്നെ അവർ കറണ്ട് ലൈൻ മുറിച്ചു മാറ്റുകയുണ്ടായി. की वजह से सदर साहब और उनके भाई की फैमिलीज ने छत के जरिए പ്രശ്നം വളരെ ഗുരുതരമായി എന്ന് കണ്ട अहले कुरान സദർ ജമാഅത്തും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫാമിലിയും शरीफ आदि ടെറസിലൂടെ അനഹമ്മദികളായ അയൽവാസികളുടെ വീട്ടിലേക്ക് മാറി. फजल अहमद साहब की फैमिलीज अपने മാന്യരായ അയൽപക്കക്കാർ അവർക്ക് അഭയം നൽകി. എന്നാൽ മുഹമ്മദ് ബൂട്ട സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരൻ ഫസൽ അഹമ്മദ് സാഹിബും ഫാമിലിയും തങ്ങളുടെ വീടിന്റെ മുകളിലത്തെ ഭാഗത്തേക്ക് മാറി. बलाई मंजिल के उस कमरे का അപ്പോഴേക്ക് അക്രമികൾ വീട്ടിൽ കയറിക്കൊണ്ട് बच्चे बंद थे 11 സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന മുകളിലത്തെ വാതിൽ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. വാതിൽ തുറക്കാത്തത് കണ്ട് അവർ മുറിയുടെ ലോക്കിൽ ഈയമിട്ടു. ഉള്ളിൽ നിന്നും വാതിൽ ആരും തുറക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. മുറിയിലെ ജനാലയുടെ ഗ്ലാസുകൾ തകർക്കുകയും दीगर अशिया പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റും बाहर आग ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് इस आग का जहरीला പുറത്തു വെച്ച് തീ വെക്കുകയും ചെയ്തു. से टूटी खिड़की से कमरे में भर गया और इन जालिम चित्रपसंदों ने आग लगाने के बाद इस खिड़की ആ തീയിലെ വിഷമയമായ പുക വാതിലിന്റെ താഴ്ഭാഗത്തു നിന്നും
ജനലുകളിലൂടെയും മറ്റും മുറിയിൽ നിറഞ്ഞു നിന്നു. തീവച്ചതിനു ശേഷം അക്രമികൾ ജനാലയിലൂടെ കൈവീശി കാണിക്കുകയും മുറിക്കുള്ളവരോട് പരിഹാസരൂപേണ വിട പറയുകയും ചെയ്തു. बुशरा बेगम साहिबा और उनकी दो पोतियां हिरात व बसम कायनात व बसम शहीद हो गई इन्ना लिल्लाहि व इन्ना इलैहि राजिऊन. सांस रुकने की वजह से അതിൽ സ്ത്രീകളും കുട്ടികളുമായി 11 പേർ ഉണ്ടായിരുന്നു. പുക കാരണത്താൽ ബുഷ്ര സാഹിബയും അവർ 2 പേരമക്കളും ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. और फायर ब्रिगेड ശ്വാസതടസ്സം മൂലമായിരുന്നു സംഭവിച്ചത്. അക്രമികൾ വളരെ പ്രകോപിതരായിരുന്നു. എത്രത്തോളം എന്നാൽ സംഭവ സ്ഥലത്ത് മുറിവേറ്റവരെ കൊണ്ടുപോകാനും തീ അണയ്ക്കാനും വന്ന ആംബുലൻസിനെയും ഫയർഫോഴ്സിനെയും തടഞ്ഞുവെക്കുകയുണ്ടായി. എല്ലാ അക്രമികളും വീടുകൾക്ക് തീ വെക്കാൻ തുടങ്ങി. मीडिया ने भी बड़ी देर के बाद आके അതോടൊപ്പം തന്നെ അവർ നൃത്തം ചവിട്ടാനും തുടങ്ങി. സംഭവ സ്ഥലത്ത് പോലീസ് ने भी इस वाकये का सुख नोटिस लिया. ഇതെല്ലാം നടന്ന് നാടകം അരങ്ങേറുന്നത് പോലെ കാഴ്ചക്കാരായി നോക്കി നിന്നു. പ്രകോപനം ഉണ്ടാകുന്നവരെ തടയാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയില്ല. വീഡിയോ പോലും വളരെ കഴിഞ്ഞാണ് അതിന്റെ കവറേജ് എടുക്കാൻ എത്തിച്ചേരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഷാബാസ് ഷെരീഫ് സാഹിബും ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത് ആക്രമികൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിനു ശേഷമാണ്. ഈ സംഭവത്തിൽ ഷഹീദായ മർഹൂമ മുഷ്ര ബീഗം സാഹിബയുടെ കുടുംബത്തിലേക്ക് അഹമ്മദിയത്ത് എത്തിയത് തന്റെ വല്യാപ്പ चले गए थे सियालकोट. शादी इनकी गुजरांवाला में हुई मुनीर अहमद साहब के साथ 1976. നിയാസ് ഷഹാബുദ്ദീൻ സാഹിബിലൂടെയാണ്. അദ്ദേഹത്തിന് 2ാം ഖിലാഫത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇവർ സിയാൽകോട്ടിലേക്ക് മാറിയിരുന്നു. ഗുജറാൻവാലയിൽ दोनों शहदा हिरात व बसम और कायनात व बसम इनकी पोतियां അഹമ്മദ് സാഹിബുമായി വിവാഹം നടന്നു. ये शहीद मरहूमा जो थी അങ്ങനെ ഗുജറാൻവാലയിൽ എത്തി. അവരുടെ ഭർത്താവ് മുനീർ അഹമ്മദ് സാഹിബ് से 5 वक्त नमाजी तहജ്ജുദ് 6-ാം തീയതി വഫാത്തായതായിരുന്നു. മറ്റു 2 ശ്രോതാക്കളും അവരുടെ പേരമക്കളായിരുന്നു. ഷഹീദ് മർഹൂമ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 5 നേരത്തെ നമസ്കാരം അനുഷ്ഠിക്കുന്നവരും തഹജ്ജുദ് അനുഷ്ഠിക്കുന്നവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും വളരെ സൗമ്യ പ്രകൃതത്തോടു കൂടിയവരുമായിരുന്നു. വളരെ ഉന്നത ഗുണങ്ങളോടുകൂടിയ സ്ത്രീയായിരുന്നു അവർ. പക്ഷിമൃഗാദികൾക്ക് ധാന്യങ്ങളും മറ്റും നൽകുക എന്നത് അവരുടെ നിത്യേനയുള്ള ശീലമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും മുൻനിരയിൽ ഉണ്ടായിരുന്നു. शायद यहाँ से जाना पड़े कुछ पैसे ഷഹീദുകൾ അവരുടെ പക്കൽ സ്വർണ്ണ മോതിരവും ഒരു ഇയർ റിംഗും കൂടാതെ पोस्टमार्टम के लिए കുറച്ചു രൂപയും ഉണ്ടായിരുന്നു. गया तो इन जालिमों ने वो അവരുടെ പക്കൽ സ്വർണ്ണമോതിരവും ഒരു ഇയർ റിംഗും കൂടാതെ കുറച്ചു രൂപയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടുന്ന് മാറേണ്ടി വന്നാൽ അതിനായി കരുതി വെച്ചതാവും. तारी भी करवाई എന്നാൽ और ശ്വാസം നിലച്ചത് കാരണം അവരുടെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയപ്പോൾ അക്രമി അതൊക്കെ കവർന്നു കളഞ്ഞു. ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് മഹല്ലയിൽ അവർ നോമ്പ് തുറ നടത്തിയിരുന്നു. ഷഹീദായ പേരമകൾ ഹൈറാത്ത് തബസും വീടുകളിൽ നോമ്പ് തുറയുടെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. മുഹമ്മദ് ബൂട്ട സാഹിബിന്റെ മാതാവും പെൺമക്കളുമാണ് ഷഹീദായത്. അദ്ദേഹം സൗദി അറേബ്യയിലും താമസിച്ചിട്ടുണ്ട്. അവിടുന്ന് അവസ്ഥ മോശമായത് കാരണം പാകിസ്ഥാനിൽ തിരിച്ചെത്തുകയായിരുന്നു. പാകിസ്ഥാനിൽ വന്നുകൊണ്ട് അദ്ദേഹം വണ്ടികളുടെ സർവീസ് സ്റ്റേഷൻ തുടങ്ങി. അതിൽ അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്തു. वहाँ के लोगों की अमीर साहब गुजरांवाला ने बताया कि सारी फैमिली बड़ी शरीफुल नफ्स ഇദ്ദേഹത്തിന്റെ സഹോദരൻ वाली थी. ഫസൽ അഹമ്മദ് സാഹിബിന് ജനറേറ്റർ വാടക കൊടുക്കുന്ന ജോലിയാണ്. നല്ല ബിസിനസ് ആയിരുന്നു. ഇതിൽ അവിടുത്തെ ജനങ്ങൾക്ക് അസൂയ ഉണ്ടായിരുന്നു. ഗുജറാൻവാല അമീർ സാഹിബ് പറയുന്നു, അവിടുത്തെ എല്ലാ ഫാമിലിയും വളരെ നല്ലവരും ജമാഅത്തിന്റെ മാനം കാക്കുന്നവരുമാണ്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഹൽക്ക രൂപം കൊണ്ട് തന്നെ ഈ കുടുംബങ്ങളെ കാരണമായാണ്. അവർ അവിടെ നമസ്കാര സെന്ററും സ്ഥാപിച്ചിരുന്നു. ജമാഅത്തിന്റെ എല്ലാ സാമ്പത്തിക പദ്ധതികളിലും അഹമാമികയ മുന്നേറുന്നവരായിരുന്നു അവർ. എപ്പോഴും ജമാഅത്തുമായി സഹകരിക്കുകയും അനുസരണം പുലർത്തുകയും ചെയ്യുന്നവരായിരുന്നു. ഷഹീദ് മർഹൂമയ്ക്ക് 3 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ഒരു മകൻ മുഹമ്മദ് ബൂട്ട സാഹിബാണ്. അദ്ദേഹത്തിന്റെ 2 പെൺമക്കളാണ് ഷഹീദായത്. ഷഹീദായ കുട്ടികൾ മാതാപിതാക്കളും 5 വയസ്സുള്ള ഒരു സഹോദരനും 3 വയസ്സുള്ള സഹോദരിയുമാണ്. അമീർ സാഹിബ് ഗുജറാൻവാല വീണ്ടും എഴുതുകയാണ്, ജൂലൈ 27 ഞായറാഴ്ച രാത്രി 9:30 500ഓളം വരുന്ന ആളുകൾ ഗുജറാൻവാലയിലെ കച്ചി പമ്പാലയിലെ അഹമ്മദി വീടുകളിൽ ആക്രമണം നടത്തി. കുഴപ്പക്കാരായ ജനങ്ങൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച ആക്ഷേപാർഹമായ ഫോട്ടോ പ്രചരിപ്പിച്ചത് അഹമ്മദികളായ ആക്കിബ് സലീം സാഹിബ് മുഹമ്മദ് സലീം സാഹിബുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുഴപ്പക്കാർ കുഴപ്പമുണ്ടാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്
ജനങ്ങളെ വിളിച്ചുകൂട്ടി ഫസാദ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പ്രചാരണമേ ഉണ്ടായിരുന്നില്ല. मुतासरा अफराद പ്രകോപിതരായ ജനങ്ങൾ जिन पर हमला किया ഷഹീദായവരുടേത് കൂടാതെ വേറെയും 6 വീടുകൾ കൂടി കത്തിക്കുകയും അവരുടെ സാധനങ്ങൾ കവരുകയും ചെയ്തു. അടുത്തു തന്നെ ദുരിതബാധിതരുടെ കടകളും ഉണ്ടായിരുന്നു, അതും ആക്രമിച്ചു. ജനറേറ്റർ തുടങ്ങി പല സാധനങ്ങളും അക്രമികൾ കവർന്നുകൊണ്ടുപോയി. सानिया गुजरांवाला में शहीद होने वालों के ഗുജറാൻവാല സംഭവത്തിൽ ഷഹീദായവരെ കൂടാതെ मुकरम अफजल മുഹമ്മദ് ബൂട്ട സാഹിബിന്റെ സഹോദരൻ ഫസൽ സാഹിബും मोहतरमा ഭാര്യ ഹൈറ ഫസൽ സാഹിബ്, माँ बचगान മക്കളായ बसीर उम्र 3 साल അത്തിയത്തുൽ കബീർ समर मुनीब 3 വയസ്സ്, 1 साल और तलहा अंसर व उम्र एक माह के अलावा मोहम्मद बूटा साहब की हमशीरा मुकरमा बशरा जरी साहिबा एलिया मुकरम जरीउल्ला साहिब अकेला മുഹമ്മദ് ബുട്ട സാഹിബിന്റെ സഹോദരി ബിഷ്ര ജാരി സാഹിബ ജരീഉല്ല സാഹിബിന്റെ ഭാര്യയാണവർ. അവർ ബുട്ട സാഹിബിന്റെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു. അവർക്ക് മുറിവേൽക്കുകയുണ്ടായി. की गरज से अपनी वाल 7 മാസം ഗർഭിണിയായിരുന്നു അവർ. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഇവരുടെ ശിശുവായിരുന്നു. അവരുടെ ശ്വാസകോശത്തിൽ പുക കയറി उनका ऑपरेशन किया गया. താഹിർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് അവർ. तबीयत काफी खराबी है. ताहिर हार्ट इंस्टीट्यूट में दाखिला रफा में क्योंकि फेफड़ों में धुआं भरने की वजह से सांस की बड़ी तकलीफ है. दीगर जख्मी മുറിവേറ്റ മറ്റുള്ളവർ मुनीब अहमद सफलोती उम्र 33 साल മുനീബ് അഹമ്മദ് സഫ്ലൂത്തി അക്രമികളുടെ മർദ്ദനമേൽക്കുകയും इनका जबड़ा और 2 दांत टूटे, कान भी कट गया. അദ്ദേഹത്തിന്റെ താടിയെല്ലും 2 പല്ലുകളും പൊട്ടിയിരിക്കുകയാണ്. इलाज भी जारी है. खलील साहब बोतल की ചെവിയും മുറിഞ്ഞിട്ടുണ്ട്. मारने की वजह ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മുറിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സയും നടന്നുവരികയാണ്. से वाला सियालकोट को ഖലീൽ സാഹിബിന് ഗ്ലാസ് ബോട്ടിൽ കൊണ്ട് മർദ്ദനമേറ്റതുകൊണ്ട് മുറിവുണ്ടായിട്ടുണ്ട്. फजल अहमद साहब और दीगर फैमिली मेंबरान മുഹമ്മദ് അൻവർ സാഹിബിന് സംഭവം അറിഞ്ഞപ്പോൾ पहुंच के फिर पुलिस को क्योंकि लोग തന്റെ സഹോദരി इक्का दुक्का ही थे या ഹുമേറ ഫസൽ സാഹിബിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സഹായത്തിനായി അദ്ദേഹം എത്തുകയുണ്ടായി. അദ്ദേഹം വന്നപ്പോൾ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ लगी थी बड़ी, अंदर से लोगों को निकाल അവർ ആംബുലൻസിൽ കൊണ്ടുപോയി. തന്റെ കുടുംബാംഗങ്ങളെ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് बूटा साहब അവർക്ക് പൊല്ലലൊക്കെയുണ്ടായിരുന്നു. साहब और दीगर 2 ബൂട്ട സാഹിബിന്റെ ഭാര്യ റുക്കിയ ബീഗം സാഹിബയും साल और सिलत उम्र ताल भी മക്കളായ 5 വയസ്സുള്ള അത്താൽ വസിയും പുക കാരണം അവരുടെ ആരോഗ്യം മോശമായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് 18 घर 18 വീടുകളാണ് ഉള്ളത്. അവർ പരസ്പരം ബന്ധുക്കളുമാണ്. ഞാൻ പറഞ്ഞതുപോലെ അക്രമികൾ 6 വീടുകൾ हमला आवरों അതിലെ സാധനങ്ങളടക്കം കത്തിക്കുകയുണ്ടായി. 6 घरों को सामान समेत जला दिया. और അഷ്റഫ് സാഹിബിന്റെയും ബൂട്ട സാഹിബിന്റെയും സലീം സാഹിബിന്റെയും ഖലീൽ സാഹിബിന്റെയും ഫിറോസുദ്ദീൻ സാഹിബിന്റെയും വീടുകളാണത്. 2 വീടുകൾ തകർത്തുകൊണ്ട് അതിലെ സാധനങ്ങൾ മാത്രം നശിപ്പിക്കുകയുണ്ടായി. മാസ്റ്റർ ബഷീർ സാഹിബിന്റെയും മുസഫർ സാഹിബിന്റെയും വീടുകളാണവ. ഇതുകൂടാതെ इसके अलावा 5 അഹമ്മദികളുടെ കടകളും കൊള്ളയടിച്ചതിനു ശേഷം കത്തിക്കുകയുണ്ടായി. ജമാഅത്തിന്റെ നിസ്കാര സെന്ററും അവർ ലക്ഷ്യമിടുകയുണ്ടായി. उसमें मौजूद कुरान पाक के नुस्खों जमाती कुतुब അതിലുള്ള ജമാഅത്തി പുസ്തകങ്ങളും सेंटर को भी आग വിശുദ്ധ ഖുറാനും മറ്റു ജമാഅത്തി സാധനങ്ങളും ചുട്ടു നശിപ്പിച്ചു. സെന്ററിനും തീവച്ചു. जुल्मों की ഇവരുടെ ആക്രമണത്തിന്റെ ചുരുങ്ങിയ വിവരണമാണിത്. जिनके लिए अल्लाह ताला ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, जो तौबा नहीं करेंगे അവർ തോബ ചെയ്യുന്നില്ലെങ്കിൽ अज़ाब जहन्नम और നരകശിക്ഷയും എരിച്ചു കളയുന്ന ശിക്ഷയും അവർക്കുണ്ടാകുമെന്നാണ്. അള്ളാഹു ഈ അയിമത്തുൽ കുഫ്രിനെ പിടിക്കാനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ചെയ്യുമാറാകട്ടെ. തീവെക്കുന്നതിൽ आगे लगाने ഉത്സാഹം കാണിച്ച എല്ലാവരെയും അള്ളാഹു പിടിക്കുമാറാകട്ടെ. वाली पकड़ के सामान करे. ഈ ഷഹീദുകളുടെ ദർജകൾ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യുന്നതാണ്. बुलंद करता ही है. അവരുടെ ബന്ധുക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചും पर उन माँ बाप ആ മാതാപിതാക്കൾക്ക്, ആ സഹോദരങ്ങൾക്കും, बच्चियों और അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾക്കും ആ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. किफाय कामला वाजलाता മുറിവേറ്റ എല്ലാവരെയും അള്ളാഹു എത്രയും വേഗം സുഖപ്പെടുത്തുമാറാകട്ടെ. माली नुकसानात को भी अपने അവരുടെ സാമ്പത്തിക നഷ്ടങ്ങളും അള്ളാഹു നികത്തുമാറാകട്ടെ. മുമ്പത്തേക്കാൾ ഉപരിയായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. नमाज जुमा के बाद इंशाअल्लाह
ജുമാ നമസ്കാരത്തിന് ശേഷം ഇവരുടെ നമാസ് ജനാസ ഗായിബ് Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله